ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ UDF കൺവീനർ അടൂർ പ്രകാശിനെ SIT ചോദ്യം ചെയ്യുന്നു. SIT ആസ്ഥാനത്താണ് ചോദ്യം ചെയ്യൽ. കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ചോദ്യം ചെയ്യുകയാണ്. പോറ്റിയുമായുള്ള ബന്ധത്തിൽ വ്യക്തത വരുത്തും. കേസിൽ ചോദ്യം ചെയ്യുന്ന ആദ്യ കോൺഗ്രസ് നേതാവാണ് അടൂർ പ്രകാശ്. സിജോ വി ജോൺ വിശദാംശങ്ങൾ നൽകും. സിജോ, ചോദ്യം ചെയ്യൽ ഏറെക്കുറെ 3 മണിക്കൂർ പിന്നിടുന്നു. ചോദ്യം ചെയ്യലിന്റെ പുരോഗതിയെക്കുറിച്ച് വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമല്ല എങ്കിൽ കൂടിയും ഇന്ന് രണ്ടുപേരെയും ഒരുമിച്ച് വിളിപ്പിച്ച് ചോദ്യം ചെയ്യുന്നതിലേക്ക് SIT എത്തിയതെങ്ങനെയാണ്? എന്തൊക്കെയാണ് അടൂർ പ്രകാശിൽ നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് SITക്ക് അറിയാനുള്ളത്? അടൂർ പ്രകാശിൽ നിന്ന് അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ്. അതോടൊപ്പം തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എന്തെങ്കിലും സഹായം അടൂർ പ്രകാശ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ചെയ്ത് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അടൂർ പ്രകാശിനെ നോട്ടീസ് നൽകി അന്വേഷണ സംഘം വിളിപ്പിച്ചു വരുത്തിയിരിക്കുന്നത്. നേരത്തെ മറ്റു പ്രതികളൊക്കെ പലരെയും SITയുടെ ഓഫീസിലോട്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിലോട്ടാണ് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്ന അതേ സമയം തന്നെ ഈ കേസിലെ പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ജാമ്യം തേടി പുറത്തിറങ്ങുന്നത്. ഇന്നലെ അതിനുശേഷം SITക്ക് മുന്നിൽ ഹാജരായിരുന്നു. സാധാരണ ജാമ്യ വ്യവസ്ഥയുടെ ഭാഗമായി ഹാജരായതാണെങ്കിൽ പോലും ഈ അടൂർ പ്രകാശിനെ കുറിച്ചും അതോടൊപ്പം തന്നെ കടകംപള്ളി സുരേന്ദ്രനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് അന്വേഷണ സംഘം വിശദാംശങ്ങൾ ഇന്നലെ തന്നെ തേടിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അടൂർ പ്രകാശ് വിവരിക്കുന്നു. പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ സ്വർണ്ണക്കൊള്ളയിൽ സഹായം ചെയ്തു കൊടുത്തിട്ടില്ല. അക്കാര്യത്തിൽ തനിക്ക് പങ്കില്ല എന്നുള്ള കാര്യമാണ് അടൂർ പ്രകാശ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് MP ആയി വരുന്ന സമയത്താണ്. തൻ്റെ മണ്ഡലത്തിലൊരു വോട്ടറാണ്. തൻ്റെ മണ്ഡലത്തിലെ പല ചാരിറ്റി പ്രവർത്തനങ്ങളിലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടപെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ബന്ധം മാത്രമാണ് തനിക്കുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള നിരവധി തവണ കണ്ടിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു പരിചയം വേണ്ടെന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ സോണിയാഗാന്ധിയെ കാണാൻ പോകുന്ന സമയത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് അതിന് നേരത്തെ തന്നെ അടൂർ പ്രകാശ് നൽകിയിരുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പരിചയമുണ്ട്. അദ്ദേഹം ഡൽഹിയിൽ എത്തുന്ന സമയത്ത് സോണിയാഗാന്ധിയുടെ അപ്പോയിൻമെൻറ്റ് അദ്ദേഹം തന്നെയാണ് തരപ്പെടുത്തിയെടുക്കുന്നത്. പിന്നീട് MP എന്ന നിലയിൽ തന്നോട് കൂടി വരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ കൂടെ പോയത്. അതല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളോ അല്ല തട്ടിപ്പുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും ബന്ധമോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തനിക്കില്ല എന്നുള്ളൊരു കാര്യമാണ് അടൂർ പ്രകാശ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും നമ്മൾ നേരത്തെ ആ ചിത്രം പുറത്തു വന്നതിന് ശേഷം പല കാര്യങ്ങളും കണ്ടതാണ്. അടൂർ പ്രകാശ് ഈ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ചിത്രത്തിനപ്പുറത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും അതോടൊപ്പം തന്നെ ഇവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും കൂടുതലായിട്ടുള്ള അന്വേഷണം SIT നടത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 2.5 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഇന്നലെയാണ് അടൂർ പ്രകാശിനോട് വിവരം അറിയിക്കുന്നത്. ഇന്ന് 10 മണിയോടുകൂടി ഹാജരാകാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെയാണ് ഒരു 10:30 എത്തുകയും ചെയ്യുന്നത്. നമുക്ക് അടൂർ പ്രകാശ് ചോദ്യം ചെയ്യൽ പൂർത്തിയായി. യെസ്, അടൂർ പ്രകാശ് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. 2.5 മണിക്കൂർ നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിന് ശേഷം അടൂർ പ്രകാശ് ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ അടൂർ പ്രകാശ് അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനുശേഷം സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിക്കുന്നത് അടൂർ പ്രകാശ് മാധ്യമങ്ങളെ കാണുമെന്നാണ്. നേരത്തെ തന്നെ അടൂർ പ്രകാശ് പറഞ്ഞിട്ടുണ്ട് തന്നെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചാൽ താൻ ഹാജരാകും. ഇതിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു സമീപനം താൻ ഉണ്ടാവില്ല. ആ കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറയുമെന്നും നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത് മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്ന് തന്നെയാണ്. എന്തായാലും 2.5 മണിക്കൂർ നീണ്ടുന്ന നിർണായകമായ ചോദ്യം ചെയ്യലാണ് പൂർത്തിയായിരിക്കുന്നത്. ഒരേ സമയം അടൂർ പ്രകാശിനെയും അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ആണ് ചോദ്യം ചെയ്യുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി അടൂർ പ്രകാശ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് അന്വേഷണ സംഘം കൂടുതൽ വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ സാധ്യതയുണ്ടോ എന്നായിരുന്നു നമ്മൾ ആരാഞ്ഞിരുന്നത്. 2.5 മണിക്കൂർ ചോദ്യം ചെയ്യുന്നു, വിട്ടയക്കുന്നു. അപ്പോൾ അറസ്റ്റ് സാധ്യതയില്ല, പുറത്തേക്ക് വരുന്നു. പ്രതികരണം ഉണ്ടാവും അല്ലേ? തീർച്ചയായും പ്രതികരണം ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നത് മന്ത്രിമാരുൾപ്പെടെ MLA ഉൾപ്പെടെയൊക്കെ മുൻ മന്ത്രിമാരുൾപ്പെടെയൊക്കെ ചോദ്യം ചെയ്യലിന് ഹാജരായതാണ്. ആ ചോദ്യം ചെയ്യലിന് ഹാജരായതിനു ശേഷവും അവർ ആ കാര്യം മൂടി വെച്ചിരുന്നു. പക്ഷേ തനിക്ക് അത്തരത്തിൽ ഒരു കാര്യം മൂടി വെക്കേണ്ട ആവശ്യമില്ല. താൻ ആ കാര്യം പറയും എന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ചോദ്യം ചെയ്യലിന് ശേഷം
മാധ്യമങ്ങളോട് പുറത്തു വന്ന് ഇവിടെ വെച്ച് സംസാരിക്കുമ്പോൾ എന്നുള്ളതാണ് ഇനി ഒരു വ്യക്തത വരേണ്ടത്. എന്തായാലും മാധ്യമങ്ങളെ അദ്ദേഹം കാണും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും നിർണായകമായ ചോദ്യം ചെയ്യലാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഈ കേസിൽ യു ഡി എഫിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ ഒരു നീക്കം വരുന്നത് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യലിലേക്ക് പോകുന്ന സാഹചര്യത്തിലാണ്. അപ്പോൾ ആ ചോദ്യം ചെയ്യൽ ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. അടൂർ പ്രകാശ് പുറത്തേക്ക് വരികയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അടൂർ പ്രകാശ് കൃത്യമായ വിവരങ്ങൾ SITയെ ബോധിപ്പിച്ചിട്ടുണ്ട്. ഇനി എന്താണ് ഇക്കാര്യത്തിൽ കൂടുതൽ നടപടികൾ SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2.5 മണിക്കൂർ നീണ്ടുനിന്ന 2.5 മണിക്കൂർ ചോദ്യം ചെയ്തതിന് ശേഷം അടൂർ പ്രകാശിനെ SIT വിട്ടയച്ചിരിക്കുന്നു. ഇപ്പോൾ കാറിൽ പുറത്തേക്ക് വരികയാണ്. കാറിൽ നിന്ന് പുറത്തിറങ്ങി മാധ്യമങ്ങളെ കാണുമോ, പ്രതികരിക്കുമോ എന്നതാണ് ചോദ്യം. അറസ്റ്റിന് സാധ്യതയുണ്ടോ എന്ന വിഷയങ്ങളൊക്കെ നേരത്തെ ആരാഞ്ഞിരുന്നു. പക്ഷെ അറസ്റ്റില്ല. കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് SIT അദ്ദേഹത്തെ വിട്ടയക്കുന്നു. കാറിൽ പുറത്തേക്ക് പോകുന്നു. പ്രതികരിക്കാൻ സാധ്യതയുണ്ടോ എന്നതാണ് ചോദ്യം. അപ്പോൾ അദ്ദേഹം പ്രതികരിക്കും. 2.5 മണിക്കൂർ ചോദ്യം ചെയ്യലിന് ശേഷം നമ്മൾ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം വാഹനം വാഹനം സൈഡിൽ ഒതുക്കട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒതുക്കിയതിനു ശേഷം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വരും. മാധ്യമങ്ങളെ എല്ലാവരെയും വിശദമായി തന്നെ കാണും എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും 2.5 മണിക്കൂർ ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തേക്ക് വരുന്നു അടൂർ പ്രകാശ്, UDF കൺവീനർ. ഇത് ആദ്യമായാണ് ഒരു കോൺഗ്രസ് നേതാവിനെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SIT വിളിച്ചു വരുത്തുന്നതും ചോദ്യം ചെയ്തതും. 2.5 മണിക്കൂർ ചോദ്യം ചെയ്തതിന് ശേഷം ഇപ്പോൾ അദ്ദേഹത്തെ വിട്ടയച്ചിരിക്കുന്നു. അറസ്റ്റില്ല. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് SIT ചോദിച്ചത്, എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹം SITയോട് പറഞ്ഞു എന്നതൊക്കെയാണ് ഇന്ന് നമുക്ക് അറിയേണ്ടത്. അദ്ദേഹം കാറിന്റെ ഡോർ തുറക്കുന്നു, പുറത്തേക്ക് വരുന്നു, മാധ്യമങ്ങളെ കാണുന്നു. എന്ത് പറയാനുണ്ടാകും അടൂർ പ്രകാശിന് ഈ ചോദ്യം ചെയ്യലിന് ശേഷം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആകാംക്ഷയാണ്. കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നു അടൂർ പ്രകാശ്, UDF കൺവീനർ, ആറ്റിങ്ങൽ MP ആണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം വിവിധ ഇടങ്ങളിൽ നിന്ന് ഫോട്ടോയിൽ ഒപ്പം പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ് അദ്ദേഹത്തെ ഈ കേസിലേക്ക് വലിച്ചിഴച്ചത്. ഞാന് ഇന്നലെ ഉപ്ലയിൽ നടന്ന മീറ്റിങ്ങിന് ശേഷം തിരുവനന്തപുരത്തേക്ക് വന്നതാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവായിരുന്ന ശ്രീ M മുരളിയുടെ നിര്യാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഇന്നലെ തന്നെ ട്രെയിനിൽ കയറി ഇവിടെ എത്തിയപ്പോഴാണ് ഇവിടെ SITയുടെ നേതൃത്വത്തിൽ ചില കാര്യങ്ങൾ അറിയാനുണ്ട് എന്ന് എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ രാവിലെ തന്നെ ഇവിടെ വന്നു. അവരുമായി സംസാരിച്ചു. ചോദിച്ച കാര്യങ്ങൾക്കെല്ലാം തന്നെ കൃത്യമായി ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ മറുപടി പറഞ്ഞതനുസരിച്ച് അവർ കാര്യങ്ങൾ ഇനിയും മുമ്പോട്ട് നീങ്ങും. അതിനപ്പുറത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യവും പറയാനില്ല. താങ്കളുടെ മറുപടികൾ നൽകിയതിൽ അവർക്ക് അത് ഞാനല്ല തീരുമാനിക്കേണ്ടത്. അത് തീരുമാനിക്കേണ്ടത് ഉദ്യോഗസ്ഥന്മാരാണ്. അവർക്ക് അവ്യക്തത ഉണ്ടോ എന്ന് ഞാൻ പറയുന്നത് ശരിയല്ല.
പക്ഷേ അവര് ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ കൃത്യമായി മറുപടി ഈ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ചാണോ പ്രധാനമായും ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത്? നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? താങ്കളോട് പറഞ്ഞിട്ടുണ്ടോ? താങ്കളോട് പറഞ്ഞിട്ടുണ്ടോ? തന്റെ ഈ ചാനലില് ഈ പറയുന്ന ഈ ചാനൽ അങ്ങനെ ചോദിക്കണ്ട. ഞാൻ പറഞ്ഞ മറുപടി നിങ്ങൾ എല്ലാവരും കേൾക്കുക. എന്നോട് ചോദിച്ചതിന് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഈ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന മരമുറി ചാനലിന് ഒന്നും പറയാൻ വേണ്ടി അല്ല ഞാൻ പോറ്റിയുമായുള്ള ബന്ധമാണോ പ്രധാനമായും ചോദ്യം ചെയ്യലിൽ ഉയർന്നു വന്നത്? പോറ്റിയുടെ കാര്യങ്ങളും മറ്റും കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും അവരുമായി പങ്കുവച്ചിട്ടുണ്ട്. ആ പങ്കുവെച്ചതനുസരിച്ച് അവരെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ചോദിച്ചതനുസരിച്ച് കൃത്യമായി മറുപടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എന്നോട് സാമ്പത്തിക ഏർപ്പാടായിട്ട് ഒരു കാര്യം എന്നോട് ചോദിച്ചിട്ടില്ല. എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു. ഈ പോറ്റി എസ്റ്റേറ്റ് കൊടുത്ത മൊഴി എന്ന് പറയുന്നത് കർണാടകയിലെ തന്റെ ബന്ധം വഴിയാണോ? അതല്ല, അത് എനിക്കറിയില്ല. അത് നിങ്ങൾ അങ്ങനെ കണ്ടുപിടിച്ചു എങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ കണ്ടു ചോദിക്കുക. അദ്ദേഹം പുറത്തിറങ്ങിയിട്ടുണ്ട്. ഞങ്ങള് അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങൾ ചോദിക്കുക. കാര്യങ്ങൾ ചോദിച്ചാൽ അദ്ദേഹം അതിന് മറുപടി പറയും. എന്നോട് ചോദിക്കേണ്ട ഇന്നിപ്പോ മൊഴിയെടുക്കാൻ വിളിച്ച അവസരത്തിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചോദ്യം ചെയ്യുന്നതിനെ വിളിച്ചിരുന്നു. ഒരുമിച്ചിരുത്തി അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല. എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ മറുപടി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ മറുപടി പറഞ്ഞതനുസരിച്ച് ഇനി അവർ തീരുമാനിക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചോദിക്കാനുണ്ടെങ്കിൽ അവിടെ പോയി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മണ്ഡലത്തിലെ വോട്ടറിലാണ് പോറ്റിയുമായി താങ്കൾ പലതവണ പറഞ്ഞു. പക്ഷേ താങ്കൾ ആറ്റിങ്ങൾ എത്തിയാവുന്നതിന് മുമ്പ് പലതവണ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അതിലെന്താണ് പറയുന്നത്? ഈ സമയത്ത് മുഴുവൻ കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ അവിടെ അന്വേഷിക്കും. യെസ്, ചോദ്യം ചെയ്യലിനെ കുറിച്ച് പൂർണ്ണമായ വിവരങ്ങൾ നൽകാൻ അടൂർ പ്രകാശ് ഘട്ടത്തിൽ തയ്യാറാകുന്നില്ല. SIT ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകിയിട്ടുണ്ട്. പോറ്റിയോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പോറ്റിയോട് ചോദിക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. സിജോ കേൾക്കാമോ? കേൾക്കാം. സിജോ, എല്ലാ ചോദ്യങ്ങൾക്കും അദ്ദേഹം മറുപടി പറയുന്നില്ല. SIT ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ അവിടെ മറുപടി നൽകിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പോറ്റിയോട് ചോദിക്കൂ എന്നാണ് പറയുന്നത്. എങ്ങനെ കാണാം ഈ പ്രതികരണത്തെ? അടൂർ പ്രകാശിന്റെ പ്രതികരണത്തിൽ ഒരു വ്യക്തതയില്ല. SIT ചില കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ആ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. സാമ്പത്തികപരമായ കാര്യങ്ങളെ കുറിച്ചൊന്നും ചോദ്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അത് അദ്ദേഹം പറയുന്നതിൽ എത്രത്തോളം മുഖവരിക്ക് എടുക്കാം എന്ന് ആലോചിച്ച് നോക്കണം. കാരണം ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചൊക്കെ തീർച്ചയായും ചോദ്യങ്ങൾ ഉണ്ടാകുമെന്നാണ് നാം പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ ഏറ്റവും അവസാനം ചോദിച്ചതിൽ നിന്ന് അദ്ദേഹത്തിൽ നിന്ന് ഒരു മറുപടി നൽകുക. ഇതിലെന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയമൊന്നുമില്ല എന്നുള്ള കാര്യം. പക്ഷെ അപ്പോൾ ആ ഒരു പൊളിറ്റിക്കലി ആയിട്ടുള്ള ഒരു സ്ഥാനത്തെ അത്തരത്തിലൊരു അജണ്ട അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് അതിനെ തള്ളിക്കളയുക, എന്തെങ്കിലും രാഷ്ട്രീയ നീക്കം ഇതിന് പിന്നിലുണ്ട് എന്നുള്ളൊരു കാര്യം എന്തായാലും അദ്ദേഹം ഈ ഘട്ടത്തിൽ പറയുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. സാധാരണ UDF നേതാക്കളൊക്കെ ഇതിന്റെ അന്വേഷണത്തിന് മുന്നിലേക്ക് വരുന്ന സമയത്ത്, സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായും UDF ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് UDF-നെയും ഇതിലേക്ക് പെടുത്താൻ വേണ്ടി കൊണ്ടുവരുന്നു, ശ്രമം നടത്തുന്നു എന്നുള്ള കാര്യമാണ്. പക്ഷെ ചോദ്യം ചെയ്യലിന് ശേഷം അദ്ദേഹം പറയുന്നത് അങ്ങനെ രാഷ്ട്രീയമൊന്നുമില്ല എന്നുള്ളത്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം താൻ ഒരു കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാവാം ഒരുപക്ഷെ അങ്ങനെ കാര്യം പറയുന്നത്. അത് മാത്രമല്ല, അന്വേഷണ സംഘത്തിൽ സ്വാഭാവികമായും അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടാകുകയും ചെയ്യും. ഏതായാലും ഇനി തുടർ ചോദ്യം ചെയ്യലുണ്ടാകുമോ, മറ്റു നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഉണ്ടാകുമോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അത് ഏത് അർത്ഥത്തിലാണ് എടുത്തതെന്ന് മനസ്സിലാകുന്നില്ല. കാരണം അതിൽ
ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊരു വ്യക്തത നൽകാതെ, അതായത് തീരുമാനിക്കേണ്ടത് അന്വേഷണ സംഘമാണ്, പക്ഷെ അദ്ദേഹത്തോട് അക്കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിന് ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു മറുപടിയാണ് നൽകിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു മറുപടി പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ അതിലൊരു രാഷ്ട്രീയപരമായ കാര്യങ്ങൾ, അതിലൊരു രാഷ്ട്രീയമില്ല എന്നുള്ളൊരു പ്രതികരണത്തിലേക്ക് അദ്ദേഹം നടത്തി എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് അന്വേഷണ സംഘം ചോദിച്ചിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും തന്നെ അദ്ദേഹം മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സിജോ, ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് കാര്യമായ റോൾ എന്തെങ്കിലും, കാര്യമായ ഇൻവോൾവ്മെന്റ് എന്തെങ്കിലും, അതിലേക്കുള്ള ലീഡ് എന്തെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് SITക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ, സീരിയസ് ആയ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു, അതിന്റെ സംശയം ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ 2.5 മണിക്കൂർ ചോദ്യം ചെയ്ത് SIT ഇദ്ദേഹത്തെ വിട്ടയക്കില്ലായിരുന്നു. അങ്ങനെയെങ്കിൽ കാര്യമായൊരു റോളിലേക്ക്, അങ്ങനെ ഒരു സംശയത്തിലേക്ക് SIT ഘട്ടത്തിൽ എത്തിയില്ല എന്ന് വേണമോ നമ്മൾ കരുതാൻ? നമ്മുടെ SITയെ സംബന്ധിച്ച് ആദ്യഘട്ടം മുതൽ അന്വേഷണം നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് വരുന്നത് ശരിയാണെന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം പല ആളുകളെയും ചോദ്യം ചെയ്തതിനു ശേഷം വിട്ടയക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പത്മകുമാറിനെ പോലും 2-3 തവണ ചോദ്യം ചെയ്യുന്നു, അതിനുശേഷം വിട്ടയക്കുന്നു. പിന്നീട് അവർ നൽകിയ മൊഴി, അതിനുശേഷം അത് പരിശോധിച്ചുകൊണ്ടുള്ള അതിന്മേലുള്ള രേഖകളുടെ പരിശോധന, കൂടുതൽ ആളുകളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുക, അങ്ങനെ ഓരോ ഘട്ടമായിട്ടാണ് ഓരോ പ്രതികളിലേക്കും അവർ ഇൻവോൾവ്മെന്റ് പോയിക്കൊണ്ടത്. സ്വാഭാവികമായും ആദ്യഘട്ടം ചോദ്യം ചെയ്തതിനു ശേഷം അടൂർ പ്രകാശിനെ വിട്ടയച്ചെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഇൻവോൾവ്മെന്റ് സ്ഥിരീകരിക്കാൻ പറ്റത്തില്ല എന്ന് ആ ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കില്ല എന്ന് തോന്നുന്നു. പക്ഷേ സ്വാഭാവികമായും അടൂർ പ്രകാശ് നൽകിയിരിക്കുന്ന മൊഴി അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കും. അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിൽ നിന്ന് കുറച്ചുകൂടി വിവരങ്ങൾ തേടും. അതിനുശേഷമായിരിക്കും അത്തരത്തിൽ അദ്ദേഹത്തിന് ക്ലീൻ ചീറ്റ് നൽകണമെന്നുള്ള കാര്യത്തിലേക്ക് ഒരു തീരുമാനമെടുക്കുക. എന്തായാലും ആദ്യഘട്ട ചോദ്യത്തിന് ശേഷം അടൂർ പ്രകാശിന് ക്ലീൻ ചീറ്റ് നൽകിയെന്ന ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കില്ല. തുടർ ചോദ്യം ചെയ്യലുണ്ടാകുമേ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്നലെയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടത്. അദ്ദേഹം തുടക്കത്തിൽ തന്നെ അത് പറയുന്നുണ്ട്. UDFന്റെ യാത്രയുമായി ബന്ധപ്പെട്ട തിരക്കുകൾക്കിടയിൽ നിന്ന് അദ്ദേഹം വേഗത്തിൽ തിരുവനന്തപുരത്തേക്ക് എത്തി ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നു. 2.5 മണിക്കൂർ ചോദ്യം ചെയ്യുന്നു. ഉച്ചയോടെ അദ്ദേഹത്തെ വിട്ടയക്കുന്നു. പക്ഷേ ഇനിയും വിളിപ്പിക്കുമോ അല്ലെങ്കിൽ തുടർ നീക്കങ്ങൾ ഉണ്ടാകുമോ എന്ന് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ആരാഞ്ഞിരുന്നു. പക്ഷേ ആ ചോദ്യം ഏത് സെൻസിലാണ് അദ്ദേഹം എടുത്തത് എന്നറിയില്ല. അതിനോട് ക്ഷോഭിച്ചാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടായത്. എന്തായാലും 2.5 മണിക്കൂർ മാത്രം വിവരങ്ങൾ ആരാഞ്ഞ് അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ SIT UDF കൺവീനർ അടൂർ പ്രകാശ് MP വിട്ടയച്ചിരിക്കുന്നു. ഇനി എന്ത് തുടർ നീക്കങ്ങൾ ഉണ്ടാകുമെന്നതാണ് കാര്യം. സിജോ തുടരുന്നുണ്ട്. സിജോ, ഇവിടെ ഇതേ കേന്ദ്രത്തിൽ തന്നെയായിരുന്നല്ലോ മറ്റൊരു വശത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ചോദ്യം ചെയ്തത് എന്ന് നമുക്ക് വിവരങ്ങൾ ലഭിച്ചത്. അപ്പോൾ പോറ്റി ഇപ്പോഴും അതിനകത്തുണ്ടോ, അതോ പോറ്റിയും ഇപ്പോൾ ഇറങ്ങാൻ സാധ്യതയുണ്ടോ? പോറ്റിന് കുറച്ചുകൂടി വിവരങ്ങൾ അറിയാൻ ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കപ്പെടുന്നത്. കാരണം അടൂർ പ്രകാശിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒരേ സമയം ചോദ്യം ചെയ്തത് അത് ഈ അന്വേഷണം വേഗത്തിൽ കൊണ്ടുപോവുക, അതോടൊപ്പം തന്നെ ഇതിലൊരു വളരെ വേഗത്തിൽ തന്നെ ഒരു ക്ലാരിറ്റി വരുത്തുക എന്നുള്ളത്. നമ്മൾ പല അന്വേഷണങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരാളെ വിളിച്ചു വരുത്തും, അതിനുശേഷം പറയുന്ന രീതിയിൽ അയാളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ആളുകളെയാണ് കോൺടാക്ട് ചെയ്യുക. പക്ഷേ SIT നടത്തിയ ഒരു നിർണായക നീക്കം, ഒരു മികച്ച നീക്കം എന്ന് പറയാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരേ സമയം ഇവർ രണ്ടുപേരെയും വിളിപ്പിച്ചു വരുത്തി എന്നുള്ളതാണ്. സ്വാഭാവികമായും അടൂർ പ്രകാശ് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിലും വ്യക്തത കുറവുണ്ടായിരുന്നു പ്രതീക്ഷിക്കപ്പെടാം. അക്കാര്യങ്ങൾക്ക് പല കാര്യങ്ങളും ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും അടൂർ പ്രകാശിനോടും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഈ 2.5 മണിക്കൂർ എന്ന് പറയുന്നത് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് SITക്ക് ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വൈകാതെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഇത്തരത്തിൽ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം വിട്ടയക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. കാരണം അറസ്റ്റിലായി ജാമ്യം ലഭിച്ച് നിൽക്കുന്ന ഒരാളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. കുറച്ചുകൂടി പല കാര്യങ്ങളും വ്യക്തത വരുത്തിയതിനു ശേഷം വിട്ടയക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനം. എന്തായാലും നിരവധിയായ ചോദ്യങ്ങൾ അടൂർ പ്രകാശിനോട് SIT ചോദിച്ചിരുന്നു. ഒരു പരിധിവരെ SITക്ക് ഉത്തരം നൽകാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. പക്ഷേ ഇനി ആ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ എത്രത്തോളം വസ്തുതയുണ്ട്, അതിലെന്തെങ്കിലും കളവായിട്ടുള്ള മൊഴിയാണോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് MP ആയിരിക്കുന്ന സമയത്താണ്. തന്റെ മണ്ഡലത്തിലെ വോട്ടറാണ്. അതോടൊപ്പം തന്നെ തന്റെ മണ്ഡലത്തിലെ പല ചാരിറ്റി പ്രവർത്തനങ്ങളിലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടപെട്ടിട്ടുണ്ട്, ഫണ്ട് നൽകിയിട്ടുള്ള തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നു. അതല്ലാതെ അതിനപ്പുറത്തേക്ക് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള
കോൺടാക്റ്റും താനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ നടത്തിയിട്ടില്ല. തന്റെ ഭാഗത്തുനിന്ന് ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട് ഒരു സഹായവും ഉണ്ണികൃഷ്ണൻ പോറ്റിയിട്ട് നൽകിയിട്ടില്ല തുടങ്ങിയ വിവരങ്ങളാണ് അടൂർ പ്രകാശ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് ചോദ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അടൂർ പ്രകാശ് പറയുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ അത് മുഖവിലേക്ക് എടുക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച കാര്യങ്ങളും ചോദ്യങ്ങളും SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായി പറയുന്നത് പോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തായാലും SITക്ക് പല കാര്യങ്ങളിൽ അദ്ദേഹത്തിൽ നിന്ന് വിവരങ്ങൾ അറിയേണ്ടതുണ്ടായിരുന്നു. സോണിയാഗാന്ധിയുടെ വസതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഗോവർദ്ധനെയും കൊണ്ടുപോയത് ആരാണ്? അതിൽ ഇദ്ദേഹത്തിനുള്ള റോൾ എന്താണ്? അങ്ങനെയെങ്കിൽ പോറ്റിയെ മുൻപരിചയം ഉണ്ടായിരുന്നോ? കേവലം ഒരു വോട്ടർ എന്ന രീതിയിൽ, സ്പോൺസർ എന്ന രീതിയിൽ മാത്രമാണോ പരിചയം? അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പരിചയമുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചു കാണും. എന്തായാലും 2.5 മണിക്കൂർ മാത്രമാണ് ചോദ്യം ചെയ്യൽ നീണ്ടു നിന്നത്. അതിനുശേഷം വിട്ടയക്കുകയും ചെയ്തിരിക്കുന്നു. തുടർ നീക്കങ്ങൾ എന്തുണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആകാംക്ഷ. സിജോ വി ജോൺ ആണ് വിശദാംശങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താനാണ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നതെന്ന് KC വേണുഗോപാൽ MP. എങ്ങനെയെങ്കിലും കുറ്റങ്ങൾ മറ്റുള്ളവരിൽ ചാരാൻ പരിശ്രമം നടത്തുകയാണ്. മുഖ്യമന്ത്രിയോട് സഹതാപം തോന്നുന്നുവെന്നും KC വേണുഗോപാൽ. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നത് രാഷ്ട്രീയ പ്രേരിതമെന്ന് K സുധാകരനും പ്രതികരിച്ചു. UDF-നെ ഇതിനകത്ത് കെട്ടിവെക്കാൻ ശ്രമിച്ചാൽ അത് വീണ്ടും അവർ വഷളാവത്തേ ഉള്ളൂ. വെറുതെ ആരെങ്കിലും ചെളിവാരി എറിഞ്ഞാൽ സ്വന്തം ദേഹത്ത് പുരണ്ട ചെളി ഇല്ലാതാവുമെന്ന് മുഖ്യമന്ത്രി ധരിക്കുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയോട് സഹതപിക്കാനേ മാർഗമുള്ളൂ. യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താൻ അങ്ങ് നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങളിൽ മുഖ്യമന്ത്രിയോടാണ് ഞാനീ പറയുന്നത്. സ്വന്തം സ്ഥിതി വഷളാവുന്നതാണ് ഓരോ ദിവസവും കേരളീയർ മനസ്സിലാക്കുന്നത്. ഇത് അങ്ങക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ആ കഷ്ടം എന്നല്ലാതെ എന്തു പറയാൻ. രാഷ്ട്രീയ പ്രേരിതം ഉണ്ടാവുമല്ലോ, സ്വാഭാവികല്ലേ. അതിപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഇതില്ലെങ്കിൽ പിന്നെ കേരളത്തിൽ രാഷ്ട്രീയമുണ്ടോ? ഒരാളെയും രാഷ്ട്രീയത്തിൽ ഇല്ലായ്മ ചെയ്യുക, അതാണ് രാഷ്ട്രീയം. അതുകൊണ്ട് ആ രാഷ്ട്രീയമാണ് ഇവിടെ പ്രതികരിക്കുന്നതും CPM ഇടതുപക്ഷം കൊണ്ടു നടക്കുന്നതും. അടൂർ പ്രകാശിനെ വെറുതെ ചോദ്യം ചെയ്തതല്ലെന്ന് മന്ത്രി V ശിവൻകുട്ടി. സ്വർണ്ണക്കൊള്ള പുറത്തു വന്നപ്പോൾ മുതൽ കേട്ട പേരാണ് അടൂർ പ്രകാശിന്റേത്. ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞ് കോൺഗ്രസ് കൺവീനർ സ്ഥാനത്ത് നിന്ന് അടൂരിന്റെ രാജി ആവശ്യപ്പെടുമോ എന്നും മന്ത്രി ചോദിച്ചു. എന്തിനു വേണ്ടിയാണ് ഈ അടൂർ പ്രകാശ്, ആന്റണി, ഈ കാട്ടുകള്ളന്മാർ ഇവർ സോണിയാഗാന്ധിയുടെ അടുത്ത് വന്നത് എന്നതിനെ സംബന്ധിച്ചിടത്തോളം വിവരാരായല്ലോ. വാസവൻ രാജിവെക്കണമെന്ന് പറഞ്ഞതുപോലെ UDF-ന്റെ കൺവീനർ സ്ഥാനം രാജിവെക്കുന്നതിന് വേണ്ടി അടൂർ പ്രകാശിനോട് ആവശ്യപ്പെടുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ആവശ്യപ്പെടുക എന്നുള്ളതാണ് മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനമെന്ന് പറയുന്നത്. നെടുമ്പറമ്പിൽ ഫിനാൻസിൽ തന്ത്രി പണം നിക്ഷേപിച്ചിട്ടില്ലെന്ന് ഉടമ NM രാജു. ഇത്രയും കാലത്തിനിടക്ക് തന്ത്രിയെ കാണുകയോ അവരുടെ വീട്ടിൽ പോവുകയോ ചെയ്തിട്ടില്ല. തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കെന്ന് പറഞ്ഞ് ആന്റണി വാങ്ങിയ 2 കോടി രൂപ ഇതുവരെ തിരികെ നൽകിയില്ലെന്നും NM രാജു ആരോപിച്ചു. തന്ത്രിയുടെ 1 രൂപ പോലും എന്റെ സ്ഥാപനങ്ങളിൽ ഒരിടത്ത് പോലും ഒരു നിലയിലും ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. 2, തന്ത്രിയെയോ തന്ത്രിയുടെ കുടുംബാംഗങ്ങളായിരിക്കുന്ന ആരുമായിട്ടും യാതൊരു വിധമായിരിക്കുന്ന സാമ്പത്തിക ഇടപാടുകളോ മറ്റ് യാതൊരു ഇടപാടുകളും ഉണ്ടായിട്ടില്ല. ഞാൻ അവരെ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ല. ആന്റണി എന്റെ അടുത്തുനിന്ന് ലോൺ എടുത്തു. അദ്ദേഹം പറഞ്ഞതുപോലെ 2 മാസത്തിനകം ഈ കാശ് തിരിച്ചു തരുമെന്നാണ് പറഞ്ഞത്. ഈ 2 മാസവും കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏതാണ്ട് 7 വർഷമായി. 1000 പ്രാവശ്യമെങ്കിലും ഞങ്ങൾ കയ്യും കാലും പിടിച്ച് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഈ വായ്പ ഇന്ത്യ അമേരിക്ക സ്വതന്ത്ര വ്യാപാര കരാർ ഒടുവിൽ യാഥാർത്ഥ്യത്തിലേക്ക്. ഇടക്കാല കരാറിന്റെ രൂപരേഖ തയ്യാറായി. ഇരു രാജ്യങ്ങളും സംയുക്ത പ്രസ്താവന പുറത്തുവിട്ടു. റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ ഇന്ത്യക്ക് മേൽ അമേരിക്ക ചുമത്തിയിരുന്ന അധിക തീരുവ ഒഴിവാക്കി. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ നികുതി 18% മാറ്റിയതാണ് സുപ്രധാന മാറ്റം. ചൈന, തായ്വാൻ എന്നീ രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയതിനേക്കാൾ താഴ്ന്ന തീരുവയാണിത്. അമേരിക്കയിൽ നിന്നുള്ള നിരവധി ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ തീരുവ വെട്ടിക്കുറക്കുകയോ പൂർണ്ണമായി ഒഴിവാക്കുകയോ ചെയ്യും. ഉണങ്ങിയ ധാന്യങ്ങൾ, പഴങ്ങൾ തുടങ്ങിയ കാർഷിക വിഭവങ്ങളും ഇറക്കുമതി ചെയ്യുന്നതിൽ ഉൾപ്പെട്ടു. 5 വർഷത്തിനുള്ളിൽ $50,000 കോടി ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ നിന്നും ഇന്ത്യ ഇറക്കുമതി ചെയ്യും. കാർഷിക ക്ഷീര മേഖലകളിൽ രാജ്യതാൽപര്യം സംരക്ഷിച്ചുള്ള നടപടിയാണ് സ്വീകരിച്ചതെന്ന് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. കരാർ പൂർത്തിയാകുന്നതോടെ ജനറിക് മരുന്നുകൾ, രത്നങ്ങൾ, വജ്രങ്ങൾ, വിമാനഭാഗങ്ങൾ എന്നിവയുടെ നികുതി 0 അമേരിക്കൻ മെഡിക്കൽ, IT ഉപകരണങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും വിപണിയിലെ തടസ്സം നീക്കാനും ധാരണയായി. ഡിജിറ്റൽ വ്യാപാര മേഖലയിലെ വിവേചന രീതികൾ ഒഴിവാക്കി പുതിയ നിയമങ്ങൾ ഇരു രാജ്യങ്ങളും രൂപീകരിക്കും.
കരാർ ഇരു രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുമെന്ന് വ്യക്തമാക്കിയ മോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നന്ദി പറഞ്ഞു. റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കുമെന്ന ധാരണയുടെ അടിസ്ഥാനത്തിലാണ് തീരുവ കുറച്ച ഉത്തരവിൽ ട്രംപ് ഒപ്പിട്ടത്. ഈ വിഷയത്തിൽ സംയുക്ത പ്രസ്താവനയും മന്ത്രിമാരും മൗനം പാലിക്കുകയാണ്. വ്യാപാര രംഗത്ത് വലിയ കുതിച്ചുചാട്ടമുണ്ടാകുമെന്ന് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുമ്പോഴും കർഷക സംഘടനകൾ സംശയത്തോടുകൂടിയാണ് ഈ കരാറിനെ നോക്കുന്നത്. ആശങ്കയും പ്രതീക്ഷയും ഒരേപോലെ സമ്മാനിക്കുന്നതാണ് അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ സ്വതന്ത്ര വ്യാപാര കരാർ. ഡി ധനസുമോദ്, മീഡിയ 1, ഡൽഹി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും നാളെയും മലേഷ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. പ്രധാനമന്ത്രി മോദിയുടെ മൂന്നാമത്തെ മലേഷ്യൻ സന്ദർശനമാണിത്. 2024 ഓഗസ്റ്റിൽ ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള ബന്ധം സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ ആദ്യ സന്ദർശനവുമാണിത്. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവെപ്പായി സന്ദർശനത്തെ വിദേശകാര്യ മന്ത്രാലയം വിശേഷിപ്പിച്ചു. തിരുവല്ലയിലെ സ്പാ കൂട്ടബലാത്സംഗത്തിൽ യുവതി നേരിട്ടത് അതിക്രൂര പീഡനം. പ്രതികളായ സുബിൻ അലക്സാണ്ടറും കൂട്ടാളികളും തന്നെ ശാരീരികമായി മർദ്ദിച്ച് ബലാത്സംഗം ചെയ്തെന്ന് അതിജീവിത. സഹപ്രവർത്തക ഗുണ്ടകൾക്ക് കൂട്ടുനിന്നതായും അതിജീവിത ആരോപിക്കുന്നു. പിന്നിൽ കൊട്ടേഷനാണെന്ന് സംശയിക്കുന്നതായി സ്ഥാപന ഉടമ. ഗുണ്ടാപിരിവ് ആവശ്യപ്പെട്ട് സ്പായിലെത്തിയ 6 സംഘം സ്പാ ജീവനക്കാരിയെ അതിക്രൂരമായാണ് പീഡിപ്പിച്ചത്. മർദ്ദിച്ച ശേഷം റൂമിലേക്ക് വലിച്ചുകൊണ്ടുപോയി കഴുത്തിൽ കത്തിവെച്ച് ബലാത്സംഗം ചെയ്തെന്ന് അതിജീവിത. എന്നോട് പറഞ്ഞു ഡ്രസ്സെല്ലാം അഴിക്കാൻ പറഞ്ഞു. തൊണ്ടക്കുഴിയിൽ ഇങ്ങനെ കത്തി കുത്തി വെച്ചിരിക്കുക. ഞാൻ പെട്ടെന്ന് തന്നെ എന്റെ ഇട്ടിരുന്ന ആ റോസ് കളറിന്റെ ചുരിദാർ പെട്ടെന്ന് ഞാൻ തന്നെ ഊരി. എന്നിട്ട് അവനും അവന്റെ ഡ്രസ്സ് ഊരി എന്നെ ക്രൂരമായെന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഇൻഫെക്ഷനും കാര്യങ്ങളും ശരീരം വേദനയും. അപ്പൊ തന്നെ അവൻ ഫോണിൽ സെൽഫി എടുത്തു, ഡ്രസ്സൊന്നും ഇല്ലാത്ത സെൽഫി എടുത്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു നീ നിന്റെ സാറിനെ കൊണ്ട് 3 ലക്ഷം രൂപ ഇടിയിച്ചില്ലെങ്കിൽ ഇത് ഇപ്പൊ തന്നെ ലൈവ് ആവുമെന്ന് പറഞ്ഞു. സംഭവത്തിൽ സഹപ്രവർത്തകയെ സംശയിക്കുന്നതായി അതിജീവിത പറഞ്ഞു. ഈ കുട്ടി ഇന്നേ വരെ ഈ സ്പായിൽ വരാൻ തുടങ്ങിയിട്ട് ഞായറാഴ്ച ദിവസം വരെ വന്നിട്ടേ ഇല്ല. അന്നത്തെ ദിവസം എന്തിനു വന്നെന്ന് അറിയത്തില്ല. അപ്പൊ എന്നിട്ട് അവൾ അവരോട് പറഞ്ഞ് ഈ സ്പാ ബെഡെ കയറിയിരുന്നു. ഭയങ്കര ചിരിയും കളിയും വർത്താനും. മറ്റുള്ളവരന്നേരം ഓടി വന്നിട്ട് എന്റെ മുടിക്ക് കുത്തിരി പിടിച്ചിട്ട് എല്ലായിടത്തോട്ടും വലിച്ചുകൊണ്ട് നടക്കും. ഉപദ്രവം മുഴുവൻ അവരെന്നെയായിരുന്നു. അവളെ സേഫ് ആക്കി മാറ്റി നിർത്തി. ഗുണ്ടകളുടെ നരനായാട്ടിന് പിന്നിൽ കൊട്ടേഷനാണെന്ന സംശയത്തിലാണ് സ്ഥാപന ഉടമ. കൊട്ടേഷൻ ആണെന്നുള്ളതാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. വന്നപ്പോൾ തന്നെ നമ്മുടെ അടുത്ത് കൊട്ടേഷൻ ആണ് എന്നുള്ളതാണ് പറഞ്ഞത്. ഡോറ് ഫുള്ള് ക്ലോസ് ചെയ്തിട്ടാണ് ഫസ്റ്റ് 1ാം നില വെച്ചിട്ടാണ് ഈ സംഭവം. മാത്രമല്ല നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. പോലീസിലെ ചില ഉദ്യോഗസ്ഥർ സ്പാ കേന്ദ്രങ്ങളിൽ നിന്ന് മാസപ്പടി വാങ്ങിക്കുന്നുവെന്ന ഗുരുതരമായ ആരോപണവും ഉയരുന്നുണ്ട്. ഈ മാസം 1-നാണ് സുബിനും സംഘവും സ്പായിൽ അതിക്രമിച്ചു കയറി 50,000 രൂപ ആവശ്യപ്പെട്ടത്. തുക ലഭിക്കാതായതോടെയാണ് സ്ത്രീ ജീവനക്കാരെ പീഡനത്തിനിരയാക്കിയത്. മീഡിയ 1 പത്തനംതിട്ട. മണിയൻ പിള്ള രാജു പ്രതിയായ വാഹനാപകട കേസിൽ മ്യൂസിയം പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നതിൽ അന്വേഷണം ആരംഭിച്ചു. DCP വിനോദിനാണ് അന്വേഷണ ചുമതല. അപകടം നടന്ന വിവരം ലഭിച്ചത് മുതൽ പോലീസ് നടത്തിയ നീക്കങ്ങളെല്ലാം പരിശോധിക്കും. എന്നാൽ പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് മ്യൂസിയം SHO നൽകിയ മൊഴി. മണിയൻപിള്ള രാജു മദ്യപിച്ചാണോ വാഹനം ഓടിച്ചിരുന്നത് എന്നതിൽ വ്യക്തത വരാൻ രക്തപരിശോധനാ ഫലം ലഭിക്കണം. ഇതിനായി 2 ദിവസം കാത്തിരിക്കണം. ബൈക്ക് കാറിലിടിച്ച് യുവാക്കൾ റോഡിലേക്ക് തെറിച്ചു വീണത് കണ്ടിട്ടും മണിയൻപിള്ള രാജു വാഹനം നിർത്താതെ പോയി എന്നതാണ് പ്രധാന കുറ്റം. പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിക്കാനോ വിവരം ഉടൻ പോലീസിനെ അറിയിക്കാനോ രാജു തയ്യാറായില്ല. കാർ ഓടിച്ചത് മണിയൻപിള്ള രാജു ആണെന്നത് തുടക്കത്തിലെ തിരിച്ചറിഞ്ഞിട്ടും പോലീസ് ഗുരുതര അലംഭാവം കാണിച്ചെന്നാണ് ആരോപണം. രാജുവിന്റെ കാർ കണ്ടെത്തി കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് തയ്യാറായില്ല. ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന കാര്യം പറഞ്ഞ് രാജുവിനെ കണ്ടെത്താനും ശ്രമിച്ചില്ല. വീട്ടിൽ പോയെന്നും ആരെയും കണ്ടെത്താനായില്ലെന്നുമാണ് പോലീസ് വാദം. ഈ ആരോപണങ്ങളാണ് കമ്മീഷണർ അന്വേഷിക്കുക. പോലീസിന്റെ സൈഡിൽ എന്തെങ്കിലും നിയമലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് DCPയെ ചുമതലപ്പെടുത്തി അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ രാവിലെ 9ഓടെയാണ് രാജു മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെത്തിയത്. പിന്നെയും അരമണിക്കൂർ കഴിഞ്ഞു വൈദ്യപരിശോധനയ്ക്ക്. രാജുവിന് സ്റ്റേഷൻ ജാമ്യം നൽകിയ ശേഷമാണ് കാർ കണ്ടെത്തിയതെന്നതും പോലീസിന്റെ വീഴ്ചയെന്നാണ് ആരോപണം. എന്നാൽ നടപടിക്രമങ്ങളിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ലെന്നാണ് മ്യൂസിയം SHO കമ്മീഷണർക്ക് നൽകിയ മൊഴി. മീഡിയ 1 തിരുവനന്തപുരം. സോളാർ കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കുടുക്കിയത് ഗണേഷ് കുമാർ ആണെന്ന് മുൻ പേഴ്സണൽ സ്റ്റാഫിന്റെ മൊഴി. ഉമ്മൻചാണ്ടിയെ പീഡനക്കേസിൽ കുടുക്കുമെന്ന് ഗണേഷ് പറഞ്ഞിരുന്നുവെന്ന് സുധീർ മലയിൽ കൊട്ടാരക്കര കോടതിയിൽ നൽകിയ മൊഴിയിൽ പറയുന്നു. മന്ത്രിസ്ഥാനം തിരികെ നൽകാത്ത ഉമ്മൻചാണ്ടിയെ പാഠം പഠിപ്പിക്കാൻ ഗണേഷ് തീരുമാനിച്ചിരുന്നുവെന്നും മൊഴിയിലുണ്ട്. 2011 മുതൽ 2013 വരെ മന്ത്രിയായിരുന്ന KB ഗണേഷ് കുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്ന പത്തനാപുരം സ്വദേശി സുധീർ മലയിലാണ് ഗണേഷിനെതിരെ കൊട്ടാരക്കര മജിസ്ട്രേറ്റ് കോടതിയിൽ മൊഴി നൽകിയത്.
മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ പീഡനക്കേസിൽ കൊടുക്കുമെന്ന് ഗണേഷ് കുമാർ പലവട്ടം തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നതാണ് സുധീറിന്റെ മൊഴി. സോളാർ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതും ആ റിപ്പോർട്ടിൽ ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെയും UDF നേതാക്കന്മാരുടെയും പേരിൽ ലൈംഗിക ആരോപണ കേസ് എടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാവും. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇദ്ദേഹം അന്ന് പറഞ്ഞത് യഥാവിധി പാലിച്ചിരിക്കുന്നു, ഇതൊരു വലിയൊരു ഗൂഢാലോചനയാണ്. സോളാർ പരാതിക്കാരിയുമായി ഗണേഷിന് അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നും മൊഴിയിലുണ്ട്. മന്ത്രിവസതിയിലും ഓഫീസുകളിലും ഇവർ നിത്യസന്ദർശകരായിരുന്നുവെന്നും മുൻ സ്റ്റാഫ് അംഗം പറയുന്നു. ഗണേഷിന് മന്ത്രിസ്ഥാനം തിരികെ നൽകാത്തതാണ് ഗൂഢാലോചനയ്ക്ക് കാരണമെന്നും സുധീറിന്റെ മൊഴിയിൽ. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇദ്ദേഹത്തെ തിരികെ എടുക്കാൻ കഴിഞ്ഞില്ല. അതിൽ വൈരാഗ്യം പൂണ്ട്, അതിൽ ശത്രുത പൂണ്ട് ഉമ്മൻചാണ്ടിയെ ഞാൻ തകർക്കുമെന്നും UDF നേതാക്കന്മാർക്ക് ഞാൻ പാഠം പഠിപ്പിക്കുമെന്ന് എൻ്റെ മുഖതാവിൽ തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഈ സമയങ്ങളിലെല്ലാം ഇത് കേട്ടുനിന്നതല്ലാതെ തിരിച്ചൊരഭിപ്രായം പോലും പറയാതെ നിസ്സംഗത പാലിച്ചതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. സോളാർ കേസിലെ പരാതിക്കാരി ഹാജരാക്കിയ കത്തിൽ 4 പേജുകൾ കൂട്ടിച്ചേർത്തതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന് കാണിച്ച് അഭിഭാഷകനായ സുധീർ ജേക്കബ് നൽകിയ ഹർജിയിലാണ് ഗണേഷ് കുമാറിനെതിരായ മൊഴി. മീഡിയ 1 കൊല്ലം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFൽ കോൺഗ്രസ് ലീഗ് സീറ്റ് വെച്ചുമാറ്റത്തിൽ ധാരണ. കോങ്ങാടിന് പകരം ചേലക്കരയും പുനലൂരിന് പകരം ചടയമംഗലം സീറ്റും വെച്ചുമാറാനാണ് ധാരണ. പാലക്കാട് ജില്ലയിലെ കോങ്ങാട് സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുമ്പോൾ ചേലക്കര സീറ്റ് ലീഗിന് നൽകും. പുനലൂർ സീറ്റിൽ കോൺഗ്രസും ചടയമംഗലം സീറ്റിൽ ലീഗ് മത്സരിക്കും. കൂത്തുപറമ്പ് സീറ്റിൽ സഫാരി സൈനുലാബ്ദീൻ ലീഗ് സ്ഥാനാർത്ഥിയായേക്കും. മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റും പ്രവാസി വ്യവസായിയുമാണ് സൈനുലാബ്ദീൻ. ഇടുക്കി ജില്ലാ BJPയിൽ വിഭാഗീയത രൂക്ഷം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജില്ലാ നേതൃത്വത്തിൽ നടത്തിയ അഴിച്ചുപണിയാണ് നേതാക്കളെ 2 തട്ടിലാക്കിയത്. സംസ്ഥാന നേതൃത്വം ഇടപെട്ടില്ലെങ്കിൽ ജില്ലയിൽ കൂട്ടരാജിക്കൊരുങ്ങുകയാണ് ഒരു പക്ഷം പ്രവർത്തകർ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ BJPക്ക് പ്രതീക്ഷിച്ച നേട്ടമുണ്ടാക്കാനായില്ല. സംസ്ഥാന നേതൃത്വത്തിന് തെരഞ്ഞെടുപ്പിന് മുൻപ് ലഭിച്ച കണക്കും തെരഞ്ഞെടുപ്പ് ഫലവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടായിരുന്നു. ഇതോടെയാണ് ജില്ലയിലെ സംഘടനാ തലപ്പത്ത് അഴിച്ചുപണി നടന്നത്. നോർത്ത് ജില്ലാ പ്രസിഡന്റ് PP സാനുവിനെ മാറ്റി ശ്രീവിദ്യ രാജേഷിന് ചുമതല നൽകി. പിന്നാലെ വിമത നീക്കവും ശക്തമായി. അങ്ങനെ ഒരു അതൃപ്തിയൊന്നും പാർട്ടിയിൽ ഇതുവരെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിനെ സംസ്ഥാന ഘടകത്തിലേക്ക്, അതായത് സംസ്ഥാന സമിതി അംഗമായിട്ട് പാർട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു സീനിയർ നേതാവാണ്. അദ്ദേഹം വരുന്ന ദിവസങ്ങളിൽ വളരെ സഹകരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹവുമായി വളരെ സഹകരിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും മുമ്പോട്ടും അങ്ങനെ തന്നെ. ചുമതലയിൽ നിന്ന് മാറ്റിയത് ജനാധിപത്യ മര്യാദകൾ പാലിക്കാതെയാണെന്നാണ് PP സാനുവിന്റെ അഭിപ്രായം. എന്നാൽ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയാണ് കാരണമെന്ന് മറുവിഭാഗം പറയുന്നു. വരുന്ന ദിവസം സംസ്ഥാന പ്രസിഡന്റ് ജില്ല സന്ദർശിക്കാനിരിക്കെയാണ് സംഘടനാ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നത്. വിമതപക്ഷത്തെ അനുനയിപ്പിക്കാൻ നേതൃത്വം ഇടപെട്ടില്ലെങ്കിൽ ഇടുക്കി BJPയിൽ കൂട്ടരാജിയുണ്ടായേക്കും. മീഡിയ 1 ഇടുക്കി. BJPയുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് തുടക്കമായി. തൃശൂർ ഒല്ലൂക്കരയിൽ ചുവരെഴുതിക്കൊണ്ട് ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ പ്രചാരണത്തിന് തുടക്കമിട്ടു. വികസിത കേരളവും കേന്ദ്ര ബജറ്റും എന്ന വിഷയത്തിൽ പൗരപ്രമുഖരുമായി നടന്ന ചർച്ചയിൽ BJPയുടെ മുതിർന്ന നേതാക്കൾ പങ്കെടുത്തു. ശബരിമല കൊള്ളയിൽ നീതി ഉറപ്പാക്കുമെന്നും യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യാപാര കരാർ രാജ്യത്തിന്റെ ശക്തി വെളിപ്പെടുത്തുന്നതാണെന്നും നിതിൻ നബീൻ പറഞ്ഞു. LDFിലേക്കുള്ള ജോസ് കെ മാണിയുടെ ക്ഷണം തള്ളി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. ക്ഷണം ജോസ് കെ മാണിയുടെ തമാശയെന്ന് അപ്പു ജോസഫ് മീഡിയ 1നോട്. എന്നാൽ UDFിലുള്ളത് തങ്ങളുടെ രക്തത്തിന്റെ ഭാഗമാണെന്നായിരുന്നു ജോസ് കെ മാണിയുടെ പ്രതികരണം. ജോസഫ് വിഭാഗത്തിന്റെ മുന്നണി പ്രവേശന ചർച്ചകളെ MV ഗോവിന്ദനും സ്വാഗതം ചെയ്തു. ജോസഫ് വിഭാഗത്തിന്റെ സീറ്റുകൾ കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന വാർത്തകൾക്ക് പിന്നാലെയായിരുന്നു LDFിലേക്കുള്ള ജോസ് കെ മാണിയുടെ ക്ഷണം. ക്ഷണത്തിന് പിന്നിലെ രാഷ്ട്രീയം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ജോസഫ് വിഭാഗത്തിന്റെ പ്രതികരണം. ജോസ് കെ മാണി തമാശ പറയുകയാണ്. മുന്നണിയിൽ പ്രശ്നങ്ങളില്ല, മുന്നണി മാറ്റവുമില്ല. UDFിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ ഫലം കഴിഞ്ഞപ്പോൾ PJ ജോസഫ് നേതൃത്വം കൊടുക്കുന്ന യഥാർത്ഥ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തേക്കാൾ ഏതാണ്ട് 100ഓളം സീറ്റുകൾ കൂടുതൽ വിജയിച്ച് നിൽക്കുന്നു. ചിലപ്പോൾ അവർക്ക് ഞങ്ങളും കൂടെ അങ്ങോട്ട് ചെന്നാലേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കുകയുള്ളൂ എന്നൊരു ഫീലിംഗ്, ഒരു പേടിയുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അങ്ങോട്ട് ക്ഷണിച്ചത്. എന്നാൽ ക്ഷണം ആവർത്തിക്കുകയാണ് ജോസ് കെ മാണി. ഞങ്ങളുടെ രക്തത്തിൻ്റെ ഭാഗമാണ് അവിടെ കിടക്കുന്നത്. നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും, എങ്ങനെയാണ് അത് ഉണ്ടാകുന്നതെന്നും. ഇനി അവർക്കവിടെ സന്തോഷമാണെങ്കിൽ അവരവിടെ നിന്നോട്ട്, പക്ഷെ സൂക്ഷിച്ചോണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ജോസഫിനെ മുന്നണിയിൽ എടുക്കുന്നതിന് CPMനും എതിരഭിപ്രായമില്ല. സ്വീകരിക്കാൻ പറ്റിയ കക്ഷിയാണോ ജോസഫ് എന്ന് ചോദിച്ചാൽ സ്വീകരിക്കുന്നതിൽ എന്താ പ്രയാസം?
അല്ല, നിങ്ങൾ എന്തോ ഒരു പ്രയാസമില്ലാണല്ലോ നിങ്ങളുടെ ചോദ്യം. എന്താ അതിലുള്ളൊരു പ്രയാസം? 10 സീറ്റിൽ തന്നെ മത്സരിക്കുമെന്ന് ആവർത്തിക്കുകയാണ് ജോസഫ് വിഭാഗം. മുന്നണി മാറ്റ ചർച്ചകളുടെ സമ്മർദ്ദത്തിൽ കോൺഗ്രസ് ഇതിന് വഴങ്ങുമെന്ന പ്രതീക്ഷയും ജോസഫ് വിഭാഗത്തിനുണ്ട്. മീഡിയ 1 ഇടുക്കി. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധത്തിൽ എം വി ഗോവിന്ദന് ബോധപൂർവമായ മറവിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. 45 വർഷം ജമാഅത്തെ ഇസ്ലാമിയെ തോളിൽ വെച്ചുകൊണ്ട് നടന്നവരാണ് CPM. ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ സമസ്ത സമ്മേളനത്തിലെ പ്രമേയത്തിൽ മറുപടി പറയാനില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുമായി പരസ്യമായി മുന്നണി ഉണ്ടാക്കിയവരാണ് CPM എന്ന് KC വേണുഗോപാൽ പറഞ്ഞു. ഗോവിന്ദൻ മാഷിന് മറവി രോഗമുണ്ട്. മറവി രോഗം 42 വർഷക്കാലം തോളിൽ വെച്ചുകൊണ്ട് നടന്നാണ് ജമാഅത്ത് ഇസ്ലാമി. 42 കൊല്ലക്കാലം മതേതരവാദികളായിരുന്നു അവർ. ഇപ്പോൾ വർഗീയവാദികൾ. ഇങ്ങോട്ട് വർഗീയത പഠിപ്പിക്കാൻ വേണ്ടി ഇരട്ടത്താപ്പാണ്. CPMന് ഇരട്ടത്താപ്പാണ്. ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടി അവർ നിലകൊണ്ട കാലത്ത് പരസ്യമായിട്ട് അവരുമായിട്ട് മുന്നണി ഉണ്ടാക്കിയവരാണ് CPM. നിയമസഭയിൽ പരസ്യമായിട്ട് അവരെ അക്നോളജ് ചെയ്തവരാണ്. സമസ്ത അവരുടെ ഐഡിയോളജിക്കൽ ലൈൻ പറയുന്നത് അവർക്ക് പറയാൻ അവകാശമില്ലേ, സ്വാതന്ത്ര്യമില്ലേ? ഇറാൻ അമേരിക്ക തുടർ ആണവ ചർച്ച അടുത്ത ആഴ്ച നടക്കും. കരാറിലെത്തിയില്ലെങ്കിൽ പ്രത്യാഘാതം ഗുരുതരമെന്ന് ഇറാന് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇറാനിലെ എണ്ണ മേഖലയുമായി ബന്ധപ്പെട്ട കൂടുതൽ സ്ഥാപനങ്ങൾക്കും ടാങ്കറുകൾക്കും മേൽ ഉപരോധം ഏർപ്പെടുത്തിയ അമേരിക്ക ഇറാനുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്ക് അധിക തീരുവയും പ്രഖ്യാപിച്ചു. ഒമാനിൽ വെള്ളിയാഴ്ച നടന്ന ഇറാൻ അമേരിക്ക ആണവ ചർച്ചകൾക്ക് പിന്നാലെ തുടർ ചർച്ച അടുത്ത ആഴ്ച നടക്കുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം. മസ്കത്ത് ചർച്ച വളരെ മികച്ചതായെന്നും കരാറിലെത്താൻ ഇറാന് കഴിഞ്ഞില്ലെങ്കിൽ കടുത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇറാനുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്ക് അധിക തീരുവ ചുമത്തുമെന്നും ട്രംപ് ഉത്തരവിട്ടു. ഇറാൻ എണ്ണ വ്യാപാരവുമായി ബന്ധപ്പെട്ട് 15 സ്ഥാപനങ്ങൾക്കും 14 എണ്ണ ടാങ്കർ ഉടമകൾക്കും US ട്രഷറി വകുപ്പ് ഉപരോധവും ഏർപ്പെടുത്തി. ഇറാൻ US ആണവ ചർച്ചകൾക്കുള്ള ഒരു ചട്ടക്കൂട് രൂപപ്പെടുത്താൻ ചർച്ച വഴി തെളിയിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പ്രതികരിച്ചു. മസ്കത്ത് ചർച്ചകൾക്ക് ശേഷം ദോഹയിലെത്തിയ ഇറാൻ വിദേശകാര്യമന്ത്രി ഖത്തർ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസും ഗൾഫ് ഉൾപ്പെടെ ലോകരാജ്യങ്ങളും മസ്കത്തിൽ നടന്ന ഇറാൻ US ചർച്ചയെ സ്വാഗതം ചെയ്തു. ആണവ വിഷയത്തിൽ കൂടുതൽ ഇളവുകൾ നൽകാൻ ഇറാൻ തയ്യാറാകണമെന്ന് ഫ്രാൻസ് ആവശ്യപ്പെട്ടു. മീഡിയ 1 ദുബായ്. വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ഫണ്ട് തിരിമറി വിഷയങ്ങളെ പൊതുസമൂഹത്തിന് മുന്നിൽ വിശദീകരിച്ച് വഷളാക്കേണ്ടെന്ന തീരുമാനത്തിൽ CPM. പ്രശ്നം പ്രാദേശിക വിഷയം മാത്രമാണെന്നാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. അതിനിടെ RSP നേതാവ് ഷിബു ബേബി ജോൺ പയ്യന്നൂരിലെ വീട്ടിലെത്തി വി കുഞ്ഞികൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. രക്തസാക്ഷി ഫണ്ട് തിരിമറി സംബന്ധിച്ച കുഞ്ഞികൃഷ്ണന്റെ ആരോപണങ്ങൾക്ക് പാർട്ടി അംഗങ്ങളോടും അനുഭാവികളോടും മാത്രം മറുപടി പറഞ്ഞാൽ മതിയെന്ന തീരുമാനം നേതൃത്വം ആലോചിച്ചെടുത്തതാണെന്ന് ഉറപ്പാണ്. പൊതുജനമധ്യത്തിൽ വിഷയം സജീവമാക്കി നിർത്താൻ CPM ആഗ്രഹിക്കാത്തതാണ് നിലപാടിന് കാരണം. ആരോപണങ്ങളും മറുപടിയും തുടർന്നാൽ കൂടുതൽ പ്രതിസന്ധിയാകാൻ സാധ്യതയുണ്ടെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. മാധ്യമങ്ങളിലൂടെയുള്ള മറുപടി തുടരില്ലെന്നാണ് നേതാക്കന്മാരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അതെല്ലാം നേരത്തെ പറഞ്ഞു കഴിഞ്ഞാണ്. ഒരു ദേശീയ പ്രശ്നം നോക്കണ്ട പയ്യന്നൂർ ഫണ്ട്. അതിന് വേണ്ടി നിങ്ങൾ ക്ഷമിക്കണ്ട. ഏത് വാർത്ത വേണത്? ഇത് നിങ്ങൾ വിചാരിക്കുന്ന ഒരു ദേശീയ വാർത്തയാക്കാനില്ല, അതിനില്ല. CPM നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കിയ കുഞ്ഞികൃഷ്ണനെ UDF നേതാവായ ഷിബു ബേബി ജോൺ ഇന്ന് വീട്ടിലെത്തി കണ്ടു. അടുത്തിടെ CPM വിട്ട് RSPയിലെത്തിയ BN ഹസ്കറിനൊപ്പം നടത്തിയ സന്ദർശനത്തിന് രാഷ്ട്രീയ ലക്ഷ്യമില്ലെന്നാണ് ഷിബുവിന്റെ മറുപടി. ഇത്തരം വ്യക്തികൾ സ്വതന്ത്രമായി അവർ നടത്തുന്ന പോരാട്ടങ്ങൾ അത് ഭാവിയിൽ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള അത് ഗുണം ചെയ്യുന്ന ഇടതുപക്ഷ ആശയഗതി കേരളത്തിൽ നിലനിർത്താൻ സഹായകരമാകും എന്നൂടെ ഉള്ള ചിന്താഗതി കൊണ്ടാണ് അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഹ്രസ്വമായിട്ടാണെങ്കിലും കാര്യങ്ങൾ ചർച്ച ചെയ്ത് പോകാം എന്ന് വിചാരിച്ചു. മറ്റൊരു പാർട്ടിയിലേക്കില്ലെന്ന മുഖവുരയോടെയാണ് സന്ദർശനത്തെക്കുറിച്ച് കുഞ്ഞികൃഷ്ണൻ പ്രതികരിച്ചത്. ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കും പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിന് രാഷ്ട്രീയ പ്രാധാന്യം കൽപ്പിക്കാനും എനിക്കെതിരായി പ്രചരണം സംഘടിപ്പിക്കാനും ഒക്കെ ഇത് ഉപയോഗപ്പെടുത്തും എന്നും ഞാൻ കരുതുകയാണ്. അതുകൊണ്ടാണ് എൻ്റെ നിലപാടിൽ, നേരത്തെയുള്ള നിലപാടിൽ ഒരു മാറ്റമില്ല. കുഞ്ഞികൃഷ്ണന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ അടുത്ത ദിവസം തന്നെ CPM ബൂത്ത് തലത്തിൽ കുടുംബയോഗം വിളിച്ചു ചേർക്കും. മീഡിയ 1 കണ്ണൂർ. മലപ്പുറം ചെമ്മാട് ലോറിയിൽ ഉള്ളിച്ചാക്കുകൾക്കടിയിൽ ഒളിപ്പിച്ചു കടത്തിയ സ്ഫോടക വസ്തുക്കൾ പിടികൂടി. ക്വാറികളിൽ സ്ഫോടനത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് ലോറിയിൽ നിന്ന് പിടികൂടിയത്. തിരൂരങ്ങാടി പോലീസ് അന്വേഷണം തുടങ്ങി.
ഇന്നലെ രാത്രിയാണ് മലപ്പുറം തിരൂരങ്ങാടിക്ക് അടുത്തുള്ള ചെമ്മാട് കോഴിക്കോട് റോഡിലെ ഹോളോബ്രിക്സ് നിർമ്മിക്കുന്ന സ്ഥാപനത്തിന്റെ പാർക്കിംഗ് ഭാഗത്ത് ഒരു ലോറി ഇത്തരത്തിൽ കിടക്കുന്നതായുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത്. രാത്രി പോലീസ് ഈ ഭാഗത്തേക്ക് വരികയും ചെയ്തു. എന്നാൽ ഈ ലോറിയിൽ ഉള്ളിച്ചാക്കുകൾക്ക് നടുവിലായി പാറ പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കളായിരുന്നു എന്നുള്ളതാണ് ആ വിവരം. പോലീസ് ഇവിടെ എത്തി പരിശോധന നടത്തുമ്പോൾ തന്നെ ഈ ലോറിയിൽ ഉണ്ടായിരുന്ന സ്ഫോടക വസ്തുക്കൾ മറ്റു ലോറിയിലേക്ക് മാറ്റാനുള്ള ശ്രമം നടത്താനായി ഇതുമായി എത്തിയ സംഘം ഇവിടെ എത്തിയിരുന്നു. പോലീസിനെ കണ്ടവർ പിന്നീട് ഭയന്ന് ഓടിപ്പോവുകയായിരുന്നു. തുടർന്ന് ഇന്ന് രാവിലെ പോലീസ് വിശദമായി പരിശോധിച്ചപ്പോഴാണ് ഈ ഉള്ളിച്ചാക്കുകൾക്ക് താഴെ സ്ഫോടക വസ്തുക്കളാണെന്ന് കണ്ടെത്തിയത്. ഈ കരിങ്കൽ ക്വാറികളിൽ പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കളാണിതെന്നാണ് പോലീസ് പറയുന്നത്. ഒരു ലോഡ് നിറയെ ഉണ്ടായിരുന്നത്. അതായത് ലോഡ് ഈ സ്ഫോടക വസ്തുക്കൾ കാണാതിരിക്കാൻ മുകളിൽ ഉള്ളിലോട് വെച്ചുകൊണ്ടായിരുന്നു ഇവർ കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഏതായാലും തിരൂരങ്ങാടി CI പ്രദീപിന്റെ നേതൃത്വത്തിൽ വിശദമായി പരിശോധിക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. തിരൂരങ്ങാടി പരപ്പനങ്ങാടി പോലീസ് സംഭവ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ വാഹനത്തിന്റെ നമ്പർ ട്രേസ് ചെയ്തും അതോടൊപ്പം തന്നെ ഈ ലോറിയിൽ എത്തിച്ച സ്ഫോടക വസ്തുക്കൾ മറ്റു ചെറിയ ലോറിയിലേക്ക് മാറ്റാനെത്തിയ സംഘം സഞ്ചരിച്ച കാർ ഉൾപ്പെടെയുള്ളവ വിശദമായി പരിശോധിച്ച് അന്വേഷണം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഈ പ്രതികളെ എത്രയും വേഗം പിടിക്കാൻ കഴിയുമെന്നും പോലീസ് പറയുന്നുണ്ട്. തിരൂരങ്ങാടിയിൽ നിന്ന് അനുരൂപിച്ചിക്കൊണ്ടിനൊപ്പം ജംഷീർ കുടുങ്ങി, മീഡിയ 1. ടെലിവിഷൻ റേറ്റിംഗ് ഏജൻസിയായ ബാർക്കിലെ ക്രമക്കേട് ആരോപണത്തിൽ DGPയുടെ റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണെന്ന് കേന്ദ്ര സർക്കാർ. ബാർക്കിലെ ജീവനക്കാരന് കൈക്കൂലി നൽകി TRP അനുകൂലമാക്കിയെന്ന കെ സുധാകരന്റെ ചോദ്യത്തിന് ലോക്സഭയിലാണ് മറുപടി. സ്വതന്ത്ര ഏജൻസി വഴി ഫോറൻസിക് അന്വേഷണം ആരംഭിച്ചതായി ബാർക്ക് സർക്കാരിനെ അറിയിച്ചെന്നും കേന്ദ്ര സഹമന്ത്രി L. മുരുകന്റെ മറുപടി. സ്വർണ്ണവില വീണ്ടും കൂടി. പവന് 2120 രൂപ കൂടി 1,14,840 രൂപയായി. ഗ്രാമിന് 265 രൂപ കൂടി 14,355 രൂപയാണ് പുതിയ വില. വയനാട് മാനന്തവാടിയിൽ കാറിനുള്ളിൽ തീ കൊളുത്തി ജീവനൊടുക്കിയ സജീറിന്റെ ഭാര്യ നജ്മത്തിന്റെ പ്രാഥമിക മൊഴിയെടുത്ത് പോലീസ്. പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിയുന്ന നജ്മത്തിന്റെ മൊഴി ആശുപത്രിയിലെത്തിയാണ് രേഖപ്പെടുത്തിയത്. ജീവനൊടുക്കാൻ പോകുന്ന വിവരം അറിയില്ലായിരുന്നുവെന്ന് മൊഴി നൽകിയതായി സൂചന. സജീർ വീഡിയോയിൽ ആരോപണം ഉന്നയിച്ച വ്യാപാരി EC ബാപ്പുവിനെയും റഫീഖിനെയും പോലീസ് ഉടൻ ചോദ്യം ചെയ്യും. എന്നാൽ താൻ നിരപരാധിയാണെന്നും തനിക്കെതിരെ നടക്കുന്നത് തെറ്റായ പ്രചാരണമാണെന്നാണ് EC ബാപ്പുവിന്റെ വിശദീകരണം. മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. പാലക്കാട്ടെ നെല്ലെടുപ്പിന് തയ്യാറെന്ന 67 സഹകരണ സംഘങ്ങൾ. കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിക്കുന്ന നെല്ല് നേരിട്ട് മില്ലുകൾക്ക് നൽകും. വർക്കലയിൽ വക്കീൽ ഓഫീസിൽ മോഷണം. അഭിഭാഷകയുടെ 10,000 രൂപയും സ്വർണ്ണ കമ്മലും കവർന്നു. പാലക്കാട് ഓഹരി വിപണിയിലൂടെ കൂടുതൽ വരുമാനം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ്. 11 ലക്ഷം തട്ടിയ കാറൽമണ്ണ സ്വദേശി അഫ്സൽ പിടിയിൽ. സൈബർ തട്ടിപ്പിൽ ഡൽഹിയിൽ 1000 പേർ അറസ്റ്റിൽ. ഓപ്പറേഷൻ സൈബർ പോക്കൽ സാമ്പത്തിക തട്ടിപ്പിന് സഹായം നൽകിയവരും അറസ്റ്റിൽ. മലപ്പുറത്ത് മന്ത്രി V. അബ്ദുറഹ്മാന് കരിങ്കൊടി. പ്രതിഷേധം PM ശ്രീയിൽ ഒപ്പുവച്ചു. പാലക്കാട് പൊള്ളാച്ചി അന്തർ സംസ്ഥാന പാതയിലെ കുഴിയിൽ വീണ് യുവാവ് മരിച്ചതിൽ പ്രതിഷേധം. റോഡ് നവീകരണം വൈകുന്നതിൽ ജനകീയ സമരസമിതിയുടെ പ്രതിഷേധം. കായിക വാർത്തകളിലേക്ക്. T20 ക്രിക്കറ്റ് ലോകകപ്പിന് തുടക്കമായി. 20 ടീമുകളാണ് ലോകകപ്പിൽ മാറ്റുരയ്ക്കുന്നത്. ഇന്ന് വൈകിട്ട് വാങ്കഡെ സ്റ്റേഡിയത്തിൽ അമേരിക്കയുമായാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. തുടർച്ചയായ 2ാം കിരീടമാണ് ഇന്ത്യയുടെ ലക്ഷ്യം. 5 വൻകരകളിലെ 20 ടീമുകൾ നേർക്കുനേർ. 8 മൈതാനങ്ങൾ, 55 മത്സരങ്ങൾ. ഇന്ത്യയിലും ശ്രീലങ്കയിലും ഇനി ആവേശ ക്രിക്കറ്റിന്റെ ദിനരാത്രങ്ങൾ. 5 ടീമുകൾ വീതമുള്ള 4 ഗ്രൂപ്പ്. ഓരോ ഗ്രൂപ്പിലെയും തലപ്പത്തെത്തുന്ന 2 ടീമുകൾ സൂപ്പർ 8ലേക്ക്. 4 വീതമുള്ള 2 ഗ്രൂപ്പായി തിരിഞ്ഞ സൂപ്പർ 8ലെ പോരാട്ടം. മാർച്ച് 4-നും 5-നും സെമി ഫൈനൽ. കപ്പിന് വേണ്ടിയുള്ള ഫൈനൽ പോര് മാർച്ച് 8-ന്. ലോകകപ്പിൽ ആദ്യമായെത്തുന്ന ഇറ്റലിയും ബംഗ്ലാദേശിന്റെ അഭാവത്തിൽ കളത്തിലെത്തുന്ന സ്കോട്ട്ലൻഡും ഇക്കുറി ശ്രദ്ധയാകർഷിക്കുന്ന ടീമുകൾ. T20 ലോകകപ്പിന്റെ 10ാം എഡിഷൻ എത്തുമ്പോൾ 3ാം കിരീടമാണ് ഇന്ത്യയുടെ ലക്ഷ്യം. തുടർച്ചയായി 2ാമത്തേതും. ഇന്ത്യയും പാകിസ്ഥാനും നമീബിയയും നെതർലാൻഡ്സും അമേരിക്കയും അടങ്ങുന്നതാണ് ഗ്രൂപ്പ്. പാകിസ്ഥാന്റെ മത്സരങ്ങൾ നടക്കുക ശ്രീലങ്കയിൽ. ഉദ്ഘാടന ചടങ്ങുകൾ വൈകിട്ട് വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടക്കും. ഇന്ന് 3 മത്സരങ്ങളാണ് ലോകകപ്പിലുള്ളത്. സ്പോർട്സ് ഡെസ്ക്, മീഡിയ 1. T20 ലോകകപ്പിൽ ആദ്യ മത്സരത്തിൽ നെതർലാൻഡ്സിനെതിരെ പാകിസ്ഥാന് 148 റൺസ് വിജയലക്ഷ്യം. ടോസ് നഷ്ടമായി ആദ്യം ബാറ്റ് ചെയ്ത നെതർലാൻഡ്സ് 147 റൺസിന് ഓൾ ഔട്ടായി. 37 റൺസ് എടുത്ത നായകൻ സ്കോട്ട് എഡ്വാർഡ്സ് ആണ് നെതർലാൻഡ്സിന്റെ ടോപ്പ് സ്കോറർ. പാകിസ്ഥാനായി സൽമാൻ മിർസ 3 വിക്കറ്റ് വീഴ്ത്തി. ഒരു മാധ്യമ സ്ഥാപനം നടത്തുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ബിസിനസ് സംവാദ സംഗമ വേദിയായ മീഡിയ 1 ബിസിനസ് കോൺക്ലേവ് നാളെ. കൊച്ചി ബോൾഗാട്ടി ഗ്രാൻഡ് ഹയാത്തിൽ നടക്കുന്ന പരിപാടിയിൽ
വ്യാപാര വാണിജ്യ ഭരണരംഗത്തെ നിരവധി പേർ പങ്കെടുക്കും. രാവിലെ 10 മുതൽ വൈകിട്ട് 7 മണി വരെ നീളുന്ന പരിപാടിയിൽ ബിസിനസ് രംഗത്തെ അതികായകരെ ആദരിക്കുന്ന മീഡിയ വൺ ബിസിനസ് എക്സലൻസ് പുരസ്കാരവും വിതരണം ചെയ്യും. രാജ്യത്തു തന്നെ അറിയപ്പെടുന്ന ബിസിനസ് സ്കൂളായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോട് നോളജ് പാർട്ണറും സംസ്ഥാന സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പ് മിഷൻ സ്റ്റാർട്ടപ്പ് പാർട്ണറുമായ കേരളത്തിലെ ഏറ്റവും വലിയ ബിസിനസ് കോൺക്ലേവാണ് മീഡിയ വൺ സംഘടിപ്പിക്കുന്നത്. ഭരണകർത്താക്കൾ, ബിസിനസ് ഇൻഫ്ലുവൻസേഴ്സ്, സ്ട്രാറ്റജിസ്റ്റുകൾ അടക്കം 3 വേദികളിലായി 15ഓളം സെഷനുകളിൽ ഒരുമിച്ച് കൂടും. ബിസിനസ് നെറ്റ്വർക്കിംഗ്, നോളജ് ഷെയറിംഗ്, ഫ്യൂച്ചർ ഇൻസൈറ്റ് എന്നീ ഫോക്കസുകളിലാണ് ഈ കോൺക്ലേവ് സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. 3 സ്റ്റേജുകളിലായി 50ഓളം സെഷനുകളാണ് ഈ കോൺക്ലേവിൽ ഉണ്ടാവുക. കേരളത്തിലെ ബിസിനസ് ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഈ ബിസിനസ് കോൺക്ലേവ് കേരളത്തിലെ മുൻനിര സംരംഭകരെയും CXOകളെയും ഇൻവെസ്റ്റേഴ്സിനെയും അക്കാഡമിഷ്യന്മാരെയും അതുപോലെ തന്നെ ബിസിനസ് രംഗത്തെ പ്രമുഖരായ എല്ലാവരെയും ഒരു വേദിയിൽ കൊണ്ടുവരുന്ന കേരളത്തിലെ പ്രീമിയർ ബിസിനസ് ഈവൻറ്റുകളിലൊന്നാണ്. സാമ്പത്തിക ഫിറ്റ്നസ് ഉറപ്പുവരുത്താൻ ഫിനാൻസ് മാനേജ്മെന്റ്, സ്റ്റാർട്ടപ്പുകളുടെ വിജയ ഫോർമുല പറഞ്ഞ് സ്റ്റാർട്ടപ്പ് ട്രാക്ക്, ബിസിനസ്സുകളെ ലോകത്തോളം വളർത്താൻ സഹായിക്കുന്ന ബിസിനസ് എക്സ്പാൻഷൻ, ബിസിനസ് സ്ട്രാറ്റജി, മാർക്കറ്റിംഗ് ആൻഡ് ബ്രാൻഡിംഗ് ടെക്നോളജി ഇൻ്റഗ്രേഷൻ, സെയിൽസ് ഇംപ്രവൈസേഷൻ തുടങ്ങി നിരവധി മേഖലകളെക്കുറിച്ച് അറിയാനുള്ള അവസരമാണ് മീഡിയ വൺ ബിസിനസ് കോൺക്ലേവ്. നെറ്റ്വർക്കിങ്ങിനും കണക്റ്റിങ്ങിനും സാധ്യതകൾ തുറന്നിടുന്ന പ്ലാറ്റ്ഫോമുകൾ ഇവിടെയുണ്ടാകും. മീഡിയ വൺ, കൊച്ചി.